ഗൈസ്, സോ ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ട്. നമ്മളിങ്ങനെ ഇൻസ്റ്റയിൽ ഓരോന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രോഡക്ട്സ് കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഇത് ട്രൈ ചെയ്യണമായിരുന്നു എന്ന്. അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയൊരു 4-5 പ്രോഡക്ട്സ് ഉണ്ട്. സോ ഐ ട്രൈഡ് ദം ഔട്ട്, ഐ ടെസ്റ്റഡ് ദം ഔട്ട് ടുഡേ. അതാണ് എൻ്റെ ഫേസ് ഈ ഒരു കോലത്തിൽ. സോ ഇന്ന് ട്രൈ ചെയ്ത പ്രോഡക്ട്സിൻ്റെ ഒക്കെ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിചാരിച്ചു. സോ ബേസിക്കലി ഇന്നത്തെ വീഡിയോ ഇസ് ലൈക്ക് trying new makeup products sort of a video, and the best part is that all these products are under ₹500. തുടങ്ങാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൺസീലർ ആണ്. ഇത് മാൾസിൻ്റെ ക്യാൻസൽ കൺസീലർ ആണ്. നൗ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവരുടെ റീസെൻറ്റ് ലോഞ്ചിൽ ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് ഞാൻ കണ്ടത്. ആൻഡ് ഐ ഹവ് ഹേർഡ് സോ മെനി പീപ്പിൾ റീവ് അബൌട്ട് ദിസ്. ഇതെനിക്കൊന്ന് അവരുടെ പ്രോഡക്റ്റ് റേഞ്ചിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കൺസീലേഴ്സ് ഔട്ട് ദെയർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ആൻഡ് oh my god, such an amazing product. Okay, എനിക്ക് തോന്നുന്നു അവരുടെ പ്രോഡക്റ്റ് കാറ്റഗറിയിൽ വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് പ്രോഡക്റ്റ് വാസ് ദിയർ HD ഫൗണ്ടേഷൻ. ആൻഡ് അതിനുശേഷം this has taken that spot, and I'm not even kidding. High coverage matlab ഒരു full coverage തരുന്നൊരു പ്രോഡക്റ്റാണ് ഇത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് നമ്മൾ ഫുൾ കവറേജ് എന്ന് പറയുമ്പോൾ വി ഓൾവേസ് എക്സ്പെക്ട് ചെയ്യുക അത് ഭയങ്കര കേക്കി ആയിരിക്കും അല്ലെങ്കിൽ ഹെവി ആയിരിക്കും. അതൊന്നുമില്ല. ഇറ്റ് ബ്ലെൻഡ്സ് ഇൻ ടു ദ സ്കിൻ സോ ഈസിലി. ലൈറ്റ് വെയ്റ്റ് ആണ്, ഒട്ടും കേക്കി ആയിട്ട് ഫീൽ ചെയ്യില്ല. മൈ സ്കിൻ ഡസ് നോട്ട് ഫീൽ ലൈക്ക് ഓക്കെ ഞാൻ എന്തോ കൺസിലർ ഇട്ട പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് ലിറ്ററലി ഐ എം വെയറിങ് ദിസ് അണ്ടർനീത്ത് മൈ മേക്കപ്പ് ടുഡേ ആൻഡ് ഇറ്റ് ജസ്റ്റ് ഫീൽ സോ ഗുഡ്. Now, എനിക്ക് ആകെ ഒരൊറ്റ കൺസേൺ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിന് വെച്ചിട്ടുള്ളൂ, വിച്ച് ഈസ് ദെയർ ഷെയ്ഡ് റേഞ്ച്. ഐ ജെന്യുവൻലി വിഷ് ദാറ്റ് ദേ വർക്ക്ഡ് ഓൺ ദ ഷെയ്ഡ് റേഞ്ച്. കാരണം ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ മാൾസ് പോലൊരു ബ്രാൻഡിന് ദേ കുഡ് ഹാവ് ഈസിലി വർക്ക്ഡ് ഓൺ ദെയർ ഷെയ്ഡ് റേഞ്ച്. കാരണം ഇത് തന്നെ എനിക്കൊരു പൊടിക്ക് ഡാർക്കർ ആണ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ദാറ്റ് എവിഡൻറ്റ് ഓൺ ക്യാമറ, ബട്ട് ദിസ് ഇസ് നോട്ട് മൈ എക്സാക്ട് മാച്ച്. ഞാൻ 05 വാങ്ങണം എന്നാണ് വിചാരിച്ചത്, ബട്ട് ഐ ഗോട്ട് ദ ഷെയ്ഡ് 06 ഹണി ഗ്ലോ. കാരണം ഐ വാസ് സോ ഈഗർ ടു ട്രൈ ദിസ് ദാറ്റ് എനിക്ക് അറിയായിരുന്നു ഈ ഷെയ്ഡ് എനിക്ക് പൊടിക്ക് ഡാർക്ക് ആയിരിക്കും എന്ന്. പക്ഷെ എന്നാലും വാങ്ങി ബിക്കോസ് ഐ റിയലി വാണ്ടഡ് ടു ടെസ്റ്റ് ദിസ് പ്രോഡക്റ്റ് ഔട്ട്. ആൻഡ് 05 ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു എല്ലായിടത്തും. ഞാൻ എല്ലാ വെബ്സൈറ്റിലും നോക്കി, പക്ഷേ ഫോർ സം റീസൺ ഈ ഒരൊറ്റ ഷെയ്ഡ് മാത്രമേ ഓപ്ഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. പ്ലസ് എനിക്കൊന്ന് 05 എന്ന് പറയുന്നത് എനിക്കൊരു പൊടിക്ക് ലൈറ്റർ ആയിരിക്കും. സ്റ്റിൽ ഐ വാസ് ലൈക്ക് ലിറ്റിൽ സ്കെപ്റ്റിക്കൽ. പക്ഷെ എനിക്ക് അറിയായിരുന്നു ഇതെനിക്ക് എന്തായാലും ഡാർക്ക് ആയിരിക്കും. സോ I wish that they have worked on the shade range. So നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലഷ് ആണ്. ഇത് ബ്ലൂ ഹെവൻ്റെ പോപ്പ് ആൻഡ് ഗ്ലോ ചീക്ക് ആൻഡ് ഐസ് ജെൽ ബ്ലൂം ബ്ലഷ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് ഗ്ലാം പിങ്ക്. നൗ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ബാർബി പിങ്ക് സോർട്ട് ഓഫ് പിങ്ക് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ യു വിൽ ലൈക്ക് ദിസ് ഷെയ്ഡ്. നൗ ടോക്കിംഗ് അബൌട്ട് ഇതിൻ്റെ ഫോർമുല, such a very easy to blend formula is what this one has. പക്ഷേ ബ്ലെൻഡബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. ഈവൻ വെരി ലൈറ്റ് വെയ്റ്റ് ആണ് പ്രോഡക്റ്റ്. പക്ഷേ ഇറ്റ് ഹാസ് എ ഷിയർ കവറേജ്. എനിക്കറിയാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് സൂപ്പർ പിഗ്മെൻറ്റഡ്. ബട്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു കളർ ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇഫ് യു ഗോ ഫോർ, എനിക്ക് തോന്നുന്നു ഇവർക്ക് വേറെയും ഷെയ്ഡ് ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് സ്പൈസി പിങ്ക് ഒക്കെ പോലുള്ളൊരു ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇത്രയും പിഗ്മെൻറ്റേഷൻ നിങ്ങളതിൽ കാണുന്നു. മാത്രമല്ല ഇത് ഇട്ടിട്ട് ഇപ്പം നൗ ദാറ്റ് ഇറ്റ്സ് ബിൻ അറൗണ്ട് ഒരു ഹാഫ് ആൻ അവർ ആയി ഞാൻ ഇത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു ടൈം എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ കളർ ഒന്ന് വെയർ ഓഫ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് സംതിങ് ദാറ്റ് ഐ എം നോട്ട് എ ഫാൻ ഓഫ്. ഓക്കെ, ഐ എം എ ബ്ലഷ് ലവർ. ഐ ലവ് എ ഗുഡ് ബ്ലഷ്. ഓക്കെ, അപ്പോൾ ഇത്രയും ബ്ലഷ് ട്രൈ ചെയ്തില്ല. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഇസ് മൈ ഫേവറേറ്റ്. സോ യാ, ഐ മീൻ ഐ എം ഹാവിങ് ലൈക്ക് എ മിക്സ്ഡ് ഫീലിംഗ് അബൌട്ട് ദിസ്. മാത്രമല്ല ഞാൻ ഓൾറെഡി 2 ലെയർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾറെഡി എൻ്റെ ബ്ലഷ് ഇസ് ലൈക്ക് വെയറിങ് ഓഫ്. സോ the shade is good, the formula is good, but maybe for an everyday wear അത് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് ഫോർ മീ ഇറ്റ്സ് എ ഓക്കേഷ് ബ്ലഷ്. ഇനി നമ്മളെ അടുത്ത സാധനം എന്ന് പറയുന്നത് ഇസ് സംതിങ് ദാറ്റ് ഐ യൂഷ്വലി ഡോണ്ട് ടോക്ക് എ ലോട്ട് അബൌട്ട്, വിച്ച് ഈസ് എൻ ഐ ഷാഡോ. ഐ ഷാഡോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഐ ഷാഡോ പാലറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ബട്ട് നോ, ഐ എം ടോക്കിംഗ് അബൌട്ട് എ ലൂസ് പിഗ്മെൻറ്റ്. ഓക്കെ, നൗ ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ലൂസ് ഫോയിൽ പിഗ്മെൻറ്റ് ആണ് ഇൻ ദ ഷെയ്ഡ് 11. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വാങ്ങുന്ന സമയത്ത് ഐ വാസ് വെരി സ്കെപ്റ്റിക്കൽ. കാരണം ഞാൻ ഇതിനു മുന്നേ ലൂസ് ഫോയിൽസ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ ഐ എം നോട്ട് എക്സാക്ട്ലി എ ഗ്ലിറ്റർ ഐ ഷാഡോ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഐ വാസ് വെരി സ്കെപ്റ്റിക്കൽ. പക്ഷേ ഇറ്റ് ഈസ് സൂപ്പർ അഫോർഡബിൾ. സോ ഐ തോട്ട് വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. ബട്ട് ഓ മൈ ഗോഡ്, ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഇസ് നെക്സ്റ്റ് ലെവൽ. സാധാരണ ഞാൻ എൻ്റെ ഷിമ്മർ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഇസ് യൂസിങ് മൈ ഫിംഗേഴ്സ്. ബട്ട് ഇത് ഞാൻ എൻ്റെ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. ആൻഡ് ക്യാൻ യു സീ ദാറ്റ് color payoff, that pigmentation, the way that is sitting on my eyes, it is beautiful. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ആകെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഐ വുഡ് സേ ഇസ് നിങ്ങൾ ബേസ് ലൈക്ക് നിങ്ങൾ ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യാണ്ട് ഫസ്റ്റ് ഐ മേക്കപ്പ് ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. കാരണം എങ്ങാനും നമ്മുടെ ഫേസിൽ ഇതിൻ്റെ ഫോൾ ഔട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട്. എനിക്കറിയില്ല ഇപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട്, ബട്ട് ഐ ഡു ഹാവ് എ ഫ്യൂ ഫോൾ ഔട്ട്സ് ഹിയർ. ആൻഡ് അത്
റിമൂവ് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. So yeah, but this is a great option if you're someone who's into glittery eyes. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ഗ്ലിറ്ററി ഐ ഷാഡോ മതി എന്ന് തോന്നുകയാണെങ്കിൽ you can definitely invest in this one. ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റൈറ്റ് ആണ്, which is this eye palette. ഇത് NYBന്റെ പെയിന്റ് പാർട്ടി പാലറ്റ് ആണ്. സോ പേര് കേൾക്കൊന്നും അറിയാലോ ദാറ്റ് ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് പെയിന്റ്. മാത്രമല്ല കാണുമ്പോഴും നമ്മുടെ വാട്ടർ കളേഴ്സിന്റെ അതേ ഫീലാണ് ഈ പാലറ്റിന്. സോ ബേസിക്കലി പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഐ ഷാഡോ ആണ്, ബട്ട് നോ, ഇത് ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു പെയിന്റ് ബ്രഷ് എടുക്കുക. ഇത് വാട്ടർ ഇൻഫ്യൂസ്ഡ് ടൈപ്പ് ഓഫ് പാലറ്റ് ആണ്. ഓക്കെ, സോ ഈ ബ്രഷ് എടുക്കുക, നമ്മളൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് യു ക്യാൻ മേക്ക് ആക്ടിവേറ്റ് ദിസ് പ്രോഡക്റ്റ് ആൻഡ് അപ്ലൈ ദിസ് ഓൺ യുവർ ഐസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐലൈനർ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഫേസ് പെയിന്റോ മറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. സോ ഇറ്റ്സ് ലൈക്ക് ബേസിക്കലി ഇറ്റ്സ് എ വെരി വെർസറ്റൈൽ പ്രോഡക്റ്റ്. ആൻഡ് സത്യം പറഞ്ഞാൽ ഐ വാസ് വെരി വെരി സ്കെപ്റ്റിക്കൽ വൈൽ ഓർഡറിങ് ദിസ്, കാരണം ഐ ഡിഡ് നോട്ട് ഹാവ് ഹൈ എക്സ്പെക്ടേഷൻസ്. ബട്ട് ഇറ്റ് ഈസ് സച്ച് എ ഗ്രേറ്റ് പാലറ്റ്. ലൈക്ക് ദ പിഗ്മെൻറ്റേഷൻ, കളർ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് നമുക്ക് ഇതിനകത്തുള്ള കളേഴ്സ് ഉണ്ടല്ലോ അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. സോ യാ, ഗ്രേറ്റ് കോൺസെപ്റ്റ് ആൻഡ് ഗ്രേറ്റ് ജോബ്. ലൈക്ക് ഞാനിതിൽ എല്ലാ കളറും ട്രൈ ചെയ്തില്ല. ഐ ഓൺലി ട്രൈഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബിക്കോസ് ഓബ്വിയസ്ലി എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറച്ച് ഭംഗിയുണ്ടാവും. ഐ ജസ്റ്റ് കനോട്ട് വെയിറ്റ് ടു ട്രൈ ഔട്ട് ഓൾ ദീസ് കളേഴ്സ്. മറ്റേ ഗ്രാഫിക് ലൈനേഴ്സ് ഒക്കെ ചെയ്ത് ട്രൈ ചെയ്യാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ അപ്കമിങ് വീഡിയോസ്, കാരണം ഞാൻ ഈ പാലറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നതായിരിക്കും. ഫൈനലി നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇസ് എ ലിപ്സ്റ്റിക് ആൻഡ് ദിസ് വൺ ഇസ് ഫ്രം മമ എർത്ത്. ഞാൻ സത്യം പറയാം, ഐ എം നോട്ട് എ ഫാൻ ഓഫ് മമ എർത്ത്. ഞാൻ അവരുടെ ഒരുപാട് സാധനമൊന്നും ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ അവരുടെ സ്കിൻ കെയർ റേഞ്ച് ഇസ് നോട്ട് മൈ തിങ്. ഓക്കെ, ബട്ട് ഐ എം ഓപ്പൺ ടു ട്രൈങ് ദെയർ മേക്കപ്പ് റേഞ്ച്. അങ്ങനെ ഞാൻ ഇതിന് മുന്നേ എനിക്കൊന്ന് മമാത്തിൻ്റെ ഫൗണ്ടേഷൻ ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് എ നൈസ്, ലൈക്ക് ഇറ്റ്സ് എ ഡീസൻറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഞാനിങ്ങനെ ലിപ്സ്റ്റിക് ഇങ്ങനെ ഏത് വാങ്ങണം നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഐ സോ ദിസ് വൺ ആൻഡ് ഐ റിയലൈസ്ഡ് ഒരു സമയത്ത് മമ എർത്ത് ഈ ഒരു ലിപ്സ്റ്റിക് നല്ലോണം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് ഗിവ് യു ഗൈസ് മൈ ഒപ്പീനിയൻ ഓൺ ദിസ്. സോ ഇത് അവരുടെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ് ഇൻ ദ ഷെയ്ഡ് സിനമൺ ന്യൂഡ് 04. The formula is so good. Like it blends, it melts into the lips nu venam parayane. It is like it glides on the lips like butter nammal parayile. Exactly angantha type of formula aanu. So good. Even I love this shade. Okay, beautiful nude shade aanu and it's like my lips but better kind of a shade. പക്ഷേ ആകുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ see it does transfer. സോ ഒരു എവറി ഡേ യൂസിന് നിങ്ങളൊരു ലിപ്സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ യെസ് യു ക്യാൻ യൂസ് ദിസ്. ആൻഡ് ഇഫ് നിങ്ങൾക്ക് റീ ആപ്ലിക്കേഷൻ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് വൺ ഔട്ട്. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു വിൽ എൻജോയ് ബിക്കോസ് യു വിൽ ഹാവ് ടു റീ അപ്ലൈ യുവർ ലിപ്സ്റ്റിക്. ഓക്കെ, അതേ ഉള്ളൂ. പക്ഷെ അവർ കളർ പി ഓഫ് നിൽക്കും കേട്ടോ. പക്ഷെ നിങ്ങൾ ഒരുപാട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി അത് മൊത്തം പോവും. ഇറ്റ്സ് എ നൈസ് വൺ. ഐ ലവ് ദ ഫോർമുല. ഐ വിഷ് ഇത് കുറച്ചൊരു ട്രാൻസ്ഫർ പ്രൂഫ് ആയിരുന്നുവെങ്കിൽ എന്ന്. They say it's a long stay lipstick and it does. Like ആ ഒരു കളർ ഉണ്ടാവും പക്ഷേ സ്റ്റിൽ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. So yeah, I like it. It's a decent product. So yes, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. These were all the 5 products that I wanted to talk about. എനിക്കറിയാം കുറച്ച് പ്രോഡക്ട്സേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു പാർട്ട് 2 മറ്റോ വേണമെങ്കിൽ let me know in the comment section below. And വേറെ ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ കൂടി വേണമെങ്കിൽ let me know that. I would love to make such videos. റാൻഡം ആയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്ത സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ കേട്ടോ. I did not have any sort of intention on making this. So നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. I would love to know your feedbacks obviously. So video ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക and please subscribe to my channel. That would mean the world to me. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യഥാശിസ്.